നമ്മളിന്ന് എത്തി നിൽക്കുന്നത് ജിദ്ദയില് അധിക മാർഗം പരിചയമില്ലാത്ത ഒരു മാർക്കറ്റിലാണ്. അപ്പൊ ഇവിടെ വന്ന നാട്ടിലെ മാതിരിയാണ്. എല്ലാം നാടൻ കോഴി, നാടൻ മുട്ട, മീനുകളെല്ലാം ജിദ്ദയിൽ കിട്ടുന്നതിനെ കഴിഞ്ഞും വളരെ വില കുറച്ച് കടപ്പുറത്തുനിന്ന് പിടിച്ച് അപ്പോഴത്തെ നേരെ ഇവിടെ വിൽക്കണം. അങ്ങനെ ഒരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. നമുക്ക് അതെ അതെ സ്ഥലങ്ങളും ഉണ്ട്. നമുക്കിന്ന് അവിടുത്തെ കാഴ്ചകളാണ്. പിന്നെ നല്ല നാടൻ മുട്ടകളുണ്ട്. ഈ കോഴി വലിയ കോഴി 25 റിയാൽ. هذا 15. هذا 15 صغير. هذا 20. بلدي. اخير هو 30 كيلو 50 كيلو. എടുക്കണോ? അറക്കാൻ പറ്റൂടെ മേടിച്ചാ? അറത്തേരോ? കുട്ടു. ഇതാ കത്ത. انا ريوا هذا قطه. قطه هنا؟ ايوه. اثنين حبه شيلوا كم فلوس اخر؟ ها؟ كثير. اثنين حبه 40. ايوه ايش مشكله؟ هذا ما في كلام. لا لا ما في مشكله. شيله كبير ما في 40. അതെ സഹി മേടിക്കട്ടാ. അതിനെ പിടിച്ചാൽ ما شاء الله. എങ്ങനെയുണ്ട് അത്? പിടിച്ചോ, കറവ് കൂടെ പിടിച്ചോ. الا بيت. अभी पकड़ा यही है ना? അടക്കി അടക്കി അടച്ചു വിടും. വേണ്ട കോഴി മേടിച്ചിട്ടുണ്ട്. നാടൻ കോഴിയാണ്. ചിറകെ കട്ടിയതാ. ഇതിന് മേടിച്ചിട്ടുണ്ട്. ഞാൻ അത് കട്ടാക്കാൻ പോവാണ്. അപ്പൊ അവിടെ ഒരു കട ഉണ്ടെന്ന് പറയുന്നു. ആ കട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. അവിടെ കട്ട് ചെയ്ത് തരുമെന്ന്. കട്ട് ചെയ്യുന്നതിന് പൈസ കൊടുക്കണം. കട്ട് ചെയ്യുന്നതിന് ക്യാഷ് കൊടുക്കണം. പിന്നെ ഇവിടെ കോഴി ഉണ്ട് കേട്ടോ. മറ്റേ വെള്ളക്കോഴി, വെള്ളക്കോഴി എല്ലാം ചെറുതാണെന്നേ. 15 റിയാൽ ഒരെണ്ണം. ഇവിടെ നാടൻ കോഴിയുണ്ട്. ആ നാട്ടിലെ കടകളൊക്കെ ഉണ്ട്. ബൈക്ക് ഇതറൊക്കെ കട നമ്മളെ ഞാൻ കട്ട് ചെയ്ത് തരണം. ഒരെണ്ണത്തിന് 5 റിയാൽ കട്ട് ചെയ്യണേ. ये वाला कितना? 15. അപ്പൊ നമ്മൾ മേടിച്ച കോഴിയെ കട്ട് ചെയ്ത് വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട്. പിന്നെ കട്ടിങ് കൂലി 10 റിയാലായിരുന്നു. അത് നമ്മൾ കൊടുത്തു. നമ്മൾ അടുത്ത മീൻ മാർക്കറ്റിലോട്ട് പോവാണ്. ബാബാ അപ്പൊ അത് കട്ട് ചെയ്ത് കഴിച്ചു. 10 റിയാൽ കട്ട് ചെയ്തേന്. കൊഞ്ചുണ്ട്. പിന്നെ അമൂറ്, വലിയ അമൂറുണ്ട്. മീനുണ്ട്. അമൂറ് വലുതാണ്. വലിയ അമൂറ്. നെമ്മീൻ, കാര, അതായിക്കോടാ. അമൂർക്കം 40 റിയാൽ ഒരെണ്ണോ? 40 റിയാലിന് കുഴപ്പമില്ലല്ലോ ഒരെണ്ണം അല്ലേ? വലിയ കൂടുതലല്ല. ആണ് പൊടിച്ചാണ്. 15 रियाल. ये भी 15. 15 रियाल. अच्छा 15 രണ്ടിലുണ്ടോ? കണ്ട अभी लेके आया था. പറഞ്ഞു വേറെ കാണാൻ തരാം. ഇവിടെ കൊഞ്ചേ ഉള്ളു.
കൊഞ്ചു അടിച്ചാ പോരെ. ആ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. സുലൈമാനി അബക്കം ആ അയിലുണ്ട് അയില അയില വലിയ സൈസ് കാണവേ സൈസ് കാണവേ അയിലുണ്ട്. ചൂര വേണോടോ? ചൂരുണ്ട്. കണ്ണേത്തിരിക്കണ്ട. അതിലേം പോരെ. صغير انا 10 15 അത് കഴിക്കടാ. ഇല്ലടാ പറ്റൂല. എല്ലാം ഉടഞ്ഞ മീനാണല്ലോ. പാവപ്പെട്ടവനൊന്നും ഐസ് പൊട്ടിക്കുന്നുണ്ടാ, അവന്റെ ജോലിയാണത്. കൊഞ്ച് വേറെ എന്തിരുന്ന പേര് പറയും. ടൈഗറാ? ടൈഗർ കൊഞ്ച് അങ്ങനല്ല. അത് ചെറുപ്പം പ്രശ്നം. ഇതേണ്ടടാ, ഇത് വൃത്തിയാക്കാൻ പാടില്ല. അതിനെ പൊക്കി എടുത്തു. കിലോ കിലോ അതോ 35. 1 കിലോ 35 റിയാൽ ചോദിക്കണം. ഇതെന്താണെന്ന് അറിയാനും വയ്യ. അത് മറ്റേ ശരി. ആ ചൂര. ഓ അത് ഉടഞ്ഞു പോവാ. പിന്നെ ഉടഞ്ഞു പോയി. വാ ഇവിടെ നമ്മള് മേടിച്ചു കൊടുത്താൽ തരും. അയിലയും മത്തിയും കിട്ടുന്നില്ല ഗൈസ്. നാളെ അയിലക്കറിയും ചീനിയും വെക്കാന്നുള്ള ഉദ്ദേശമായിരുന്നു. നമ്മൾ ഇവിടുന്ന് മീൻ മേടിച്ചിട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവരത് പൊള്ളിച്ചു തരും, വറുത്ത് തരും. അത് ഇവിടുന്ന് വലിയ മീനൊക്കെ മേടിച്ചിട്ട് അവിടെ കൊടുത്താൽ മതി. അതാണ് തിരക്കത്രേ. അവർക്ക് അവിടെ മീനുണ്ടോ? അവരുടെ ഫ്രിഡ്ജില് അവിടെ ഇഷ്ടപ്പെട്ട മീൻ മേടിക്കുക, അവര് പൊള്ളിച്ചു തരും. പൊള്ളിച്ചു തരിക, പൊരിച്ചു തരിക, കറി വെച്ച് തരും. നാട്ടിലെ പോലെ തന്നെ. പക്ഷെ നാട്ടിലെ അയില മാത്രം ഇച്ചിരി കെട്ടതാണ്, ബാക്കിയൊന്നും കുഴപ്പമില്ല. ബാക്കിയെല്ലാം മീനും ഉണ്ട്. ഏയ് अइला फिर ये कितने का भाई? ये 40 का अमूल लो 40 अमूल कैसे दे रहा? अमूल 60 का बढ़िया ये छोटा भी चाहिए, मसाला चाहिए भैया से भी चाहिए। हाँ ये कितना? കിലോ അല്ലല്ല. कितना है भाई? ഇതുണ്ട് 4 കിലോ തൂങ്ങി. ഇത് നോക്ക്, ഇതുണ്ട്. ഇത് വേണോ? 4 കിലോ അത് നല്ല മീനാണ്. ചുണ്ടൻ മറള് നാട്ടിൽ കിട്ടുന്നു. ചൂണ്ടൊക്കെ പിടിച്ചാൽ കറുത്ത മീനുണ്ട്. മീനിന്റെ പേരറിയില്ല. ആ വേണം, അതിനകത്ത് കയറിക്കോ. എണ്ണ കാണാം. ചോയര് അടിപൊളി. നല്ല പളപളങ്കര പളങ്ങും. പാര കളർ മീൻ. അവര് കടലിൽ നേരിട്ട് പോകുന്നവരല്ല. 4 കിലോ വരും. കിലോ 20? നമ്മളവിടെ തൂക്കിയ പോലെ വരും. എംപറിയാല് വരും.
അല്ലല്ല ഇതാണ്ട് ചൂണ്ടയ്ക്ക് പിടിച്ചാണ് കേട്ടോ. അയിലപ്പാര ചൂണ്ട പിടിച്ചാണ് കേട്ടോ. ചൂണ്ട അതിന്റെ വായിരിക്കുന്ന കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. വായിരിക്കുന്നു. അതുപോലെ ഇതും അയിലപ്പാര ചെറുതായാലും നല്ല ഫ്രഷ് മീനാണ്. ഇത് കണ്ടിട്ടുണ്ടോ വെറൈറ്റി മീൻ? അതൊന്നും പൊക്കണ്ടേ. പിന്നെ വേറെ ഒന്നുണ്ട് കേട്ടോ. ആമ കളർ മീൻ. മീൻ തന്നെ. കിലോ വേറെ കളർ. ഇതെല്ലാം ഒന്നുമില്ല. പിന്നെ ഒരു തടിയ മീനുണ്ട്. ഈ കിലോ കിട്ടാ 15 റിയാൽ. 15 റിയാൽ കേട്ടോ ഒരു കിലോയ്ക്ക്. 8 കിലോ കാണും. കാണൂലേ? വെള്ളാപ്പാര. كبير يجي اول كله صغير دحين كبير 30 മുട്ടയുണ്ട്, കോഴിമുട്ടയുണ്ട്. വില എത്രയാണ് നമുക്ക് ചോദിക്കാം. മാഷാഅല്ലാഹ് തടിയൻ കബീർ മുട്ട. കബീർ വലിയ മുട്ടയാണോ കേട്ടോ. അത് മനസ്സിലാക്കി ലാഭം ഉപ്പൊന്നും ഇല്ലേ. 20 കോഴിയുടെ മുട്ട മേടിച്ച് 20 15 റിയാല്. വലിയ മുട്ടയാണ് കേട്ടോ. 2 കരു ഉണ്ടെന്നാണ് ആ താത്ത പറഞ്ഞത്. എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. പക്ഷെ മീനൊക്കെ ഇച്ചിരി റേറ്റ് കൂടുതലാണ്. സൗദികളാണ് കൂടുതൽ വരുന്നത്. പിന്നെ നിങ്ങളിവിടെ ജിദ്ദയിലുള്ളവര് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. നല്ല ഫ്രഷ് മീനാണ്. വില കുഴപ്പമില്ല, പക്ഷെ മീൻ നല്ല ഫ്രഷ് മീനാണ്. പിന്നെ ഞങ്ങളും കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് മീൻ ഞങ്ങളും കറി വെക്കാൻ മേടിച്ച്. കറി വെക്കാൻ ഞങ്ങൾ മേടിച്ചു. പിന്നെ നാടൻ കോഴിയൊക്കെ കിട്ടും. അതൊക്കെ നല്ല ലാഭമാണ്. നാടൻ മുട്ട കിട്ടും. അത് നല്ല ലാഭമുള്ള പരിപാടിയാണ്. അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ ഇതിനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇപ്പൊ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് അടിക്കുക. ഇനി അടുത്തൊരു വീഡിയോയുമായി നമ്മൾ കാണുന്നവരെ ഗുഡ് ബൈ.